Okay, നമ്മുടെ അടുത്ത ടോപ്പിക് ഫൊറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പീരിയോഡിക് ആവണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് ഇതുമാതിരി ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആണെന്നാണ് നമ്മൾ കണ്ടത്. അതിൽ എ ഒമേഗ ബി ഒമേഗ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ എ ഒമേഗയിൽ ഈ എക്സിന് പകരം വൈ എന്ന് ഒരു വേരിയബിൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് മാറാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എഫ് വൈ കോസ് ഒമേഗ വൈ ഡി വൈ. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എക്സ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ വൈ എന്നാക്കി മാറ്റി. ഓക്കെ, എ ഒമേഗ ഇങ്ങനെ ബി ഒമേഗ. ഇനി ഞാൻ ഇതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, അതവിടെ ഉണ്ട്. എ ഒമേഗയ്ക്ക് പകരം 1/π ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ കോസ് ഒമേഗ വൈ ഡി വൈ. ഇത് നമ്മുടെ എ ഒമേഗയാണ്. ദിസ് മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ. അപ്പോൾ എ ഒമേഗ മൾട്ടിപ്ലൈഡ് ബൈ കോസ് ഒമേഗ പ്ലസ് ബി ഒമേഗ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 1/π ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എഫ് വൈ സൈൻ ഒമേഗ വൈ, നമ്മുടെ ബി ഒമേഗ ഡി വൈ മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഒമേഗ എക്സ്. അത് കഴിഞ്ഞിട്ട് ആരുണ്ട്, ഈ ഡി ഒമേഗ ഉണ്ട്. ഡി ഒമേഗ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതി. ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 1/π ഇസ് എ കോമൺ ഫാക്ടർ. ലെറ്റ് us write that outside. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 0 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി എഫ് വൈ മൾട്ടിപ്ലൈഡ് ബൈ ഇതിനെ നമുക്ക് കോസ് ഒമേഗ വൈ കോസ് ഒമേഗ എക്സ് അല്ലേ. ഇവിടെ ഞാൻ കമ്പൈൻ ചെയ്യാൻ പോവാണ്. കോസ് ഒമേഗ വൈ കോസ് ഒമേഗ എക്സ് പ്ലസ് സൈൻ ഒമേഗ വൈ പ്ലസ് സൈൻ ഒമേഗ വൈ സൈൻ ഒമേഗ എക്സ്. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ട് ഡി വൈ ഔട്ടറിൽ ഡി ഒമേഗ. ഈ രീതിയിൽ ഞാൻ ഇത് കമ്പൈൻ ചെയ്തിട്ട് എഴുതിയേക്കാണ്. കോസ് ഒമേഗ വൈ കോസ് ഒമേഗ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് കമ്പൈൻ ചെയ്തു. ഇത് നമുക്ക് അറിയാം, കോസ് ഒമേഗ വൈ കോസ് ഒമേഗ എക്സ് പ്ലസ് സൈൻ ഒമേഗ വൈ സൈൻ ഒമേഗ എക്സ്. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാമെന്നറിയാം, കോസ് ഒമേഗ എക്സ് മൈനസ് വൈ അങ്ങനെ എഴുതാമെന്നറിയാം. അതൊരു ഐഡൻറ്റിറ്റി ആണ്. അപ്പോൾ എഫ് വൈ കോസ് ഒമേഗ എക്സ് മൈനസ് വൈ ഡി വൈ പിന്നെ ഡി ഒമേഗ അങ്ങനെയായി മാറുകയാണ്. അപ്പോൾ എന്താണത്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ വരികയാണ്. ഓക്കെ, ഇപ്പം ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഡി ഒമേഗ, അത് ഒമേഗ വേരി ചെയ്യണ ഈ എഫ് ഓഫ് വൈ ഒമേഗയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒമേഗ കോസിനെ മാത്രമാണ് ബാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ, 1/2π 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി അല്ലേ, ഇങ്ങനെ എഴുതാണ്. 1/2π 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇങ്ങനെ എഴുതാണ് ഞാൻ. ഇതിന് 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത്. ഇനി 2 ടൈംസ് 0 ഇൻഫിനിറ്റിന് ഞാൻ ഈവൺ ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി +ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ കോസ് ഒമേഗ എക്സ് മൈനസ് വൈ ഡി വൈ ഡി ഒമേഗ ഇങ്ങനെ എഴുതണം. ഇപ്പോൾ കോസ് ഒമേഗ ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി +ഇൻഫിനിറ്റി കോസ് ഒമേഗ ദാറ്റ് ഈസ് സെയിം ആസ് ട്വൈസ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ അത് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് കോസ് ഒമേഗ ഐ എക്സ് മൈനസ് വൈയുടെ കൂടെ ഞാൻ പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ് മൈനസ് വൈ കൂടെ ചേർക്കാൻ പോകുന്നു. ഐ സൈൻ ഒമേഗ എക്സ് മൈനസ് വൈ ഡി വൈ ആൻഡ് ഡി ഒമേഗ ഇങ്ങനെ എഴുതാൻ.
അപ്പോൾ നമുക്കറിയാം cos omega x minus y plus I sin omega x minus y നെ എന്ത് എഴുതാമെന്ന് പറയാം, e to the power I omega x minus y എന്ന് എഴുതും. അപ്പോൾ ഞാനിതിനെ മാറ്റിട്ട് അങ്ങനെ എഴുതിക്കോട്ടെ, എഴുതാണ് e to the power I omega x minus y dy d omega. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ രീതിയിൽ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതിൽ ഞാൻ ഇ ടു ദ പവർ ഐ ഒമേഗ എക്സിനെ ഒന്ന് മാറ്റി എഴുതാണ്. 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇ ടു ദ പവർ ഐ ഒമേഗ എക്സ്. ഞാൻ ഐ ഒമേഗ എക്സ് ഇവിടെ ഡി വൈ വിത്ത് റെസ്പെക്ട് വൈ ആണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഈ റേഷ്യോ ഐ ഒമേഗ എക്സിനെ എനിക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വെളിയിലേക്ക് എടുക്കാം. അത് ചെയ്തിട്ടുണ്ട് ഇ ടു ദ പവർ ഐ ഒമേഗ എക്സ്, പിന്നെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ ഇ ടു ദ പവർ മൈനസ് ഐ ഒമേഗ വൈ ഡി വൈ ഡി ഒമേഗ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റേഷ്യോ ഐ ഒമേഗ എക്സിന് ഇവിടെ എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് ഒമേഗ അങ്ങനെ എഴുതണം. കാരണം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒമേഗയിലുള്ള ഒരു ഫംഗ്ഷനാണ് ആൻസർ കിട്ടും. ആ ഫംഗ്ഷനെ ഞാൻ എഫ് ഓഫ് ഒമേഗ എന്ന് എഴുതണം. സോ വാട്ട് ഡു ഐ ഹാവ്? എഫ് ഓഫ് എക്സ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ മൾട്ടിപ്ലൈഡ് ബൈ ഇ ടു ദ പവർ ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ എനിക്ക് വേറൊരു റെപ്രസെൻറ്റേഷൻ കിട്ടുകയാണ്. എഫ് ഓഫ് എക്സിനെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയാണ്. എഫ് ഓഫ് എക്സ് ഐ ക്യാൻ റെപ്രസെൻറ്റ് ആസ് 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ ഇ റേഷ്യോ ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവിടേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിൽ എഫ് ഓഫ് ഒമേഗ എന്താണ്? എഫ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് വൈ ഇ ടു ദ പവർ മൈനസ് ഐ ഒമേഗ വൈ ഡി വൈ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. എഫ് ഓഫ് ഒമേഗ ഈസ് കോൾഡ് ദി ഫൊറിയർ ട്രാൻസ്ഫോം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ ഈ രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? എഫ് ഓഫ് ഐനെ ഇ ടു ദ പവർ മൈനസ് ഐ ഒമേഗ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് ഒമേഗയിൽ ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, കോംപ്ലക്സ് ഫംഗ്ഷൻ ആവും മിക്കവാറും. അപ്പോൾ ഈ ഒമേഗയിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഈ ഫൊറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എഫ് ഓഫ് എക്സിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിന് ഇൻവേർഷൻ എന്നാണ് പറയുക, ഇൻവേർഷൻ ഓഫ് ദി ഫൊറിയർ ട്രാൻസ്ഫോം. ആ ഇൻവേർഷൻ ഫോമിലാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ലിറ്റിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2π. കണ്ടോ? അപ്പോൾ ഈ 1/2π എന്നുള്ള ഈ ഫാക്ടറിനെ നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാണ്. 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ഒമേഗ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഇ ടു ദ പവർ ഐ ഒമേഗ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എഫ് ഓഫ് എക്സ് ഉണ്ടെങ്കിൽ ഇ ടു ദ പവർ പ്ലസ് ഐ ഒമേഗ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പ്രൊസീജിയറാണ്. ഇവിടെ മൈനസ് ഐ ഒമേഗ ആണെങ്കിൽ ഇവിടെ ഇ ടു ദ പവർ ഐ ഒമേഗ എക്സ് ഡി ഒമേഗ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് തിരിച്ചെടുക്കാനാണ്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എഫ് ഓഫ് എക്സിലേക്ക് മാറാനായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നത്. ഇതിനെ ഇൻവേർഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1/2π നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഈ 1/2πനെ എനിക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 1/√2π ഇവിടെ എടുത്തു. ബാക്കിയുള്ളതിനെ ഞാൻ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു 1/√2π. ഓക്കെ അല്ലേ? രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി? 1/2π ആവും. അപ്പോൾ എൻ്റെ എഫ് ഓഫ് ഒമേഗ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യണമായിരുന്നു? 1/√2π അല്ലേ? അങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് നമ്മൾ കാണുന്നത്. 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് ഐ ഇ റേഷ്യോ മൈനസ് ഐ ഒമേഗ വൈ ഡി വൈ. ഇങ്ങനെ എഫ് ഓഫ് ഒമേഗ ഡിഫൈൻ ചെയ്താൽ ഇൻവേർഷൻ ഫോർമുലയിൽ എന്ത് ചെയ്യാൻ എഴുതണം? 1/√2π ഇങ്ങനെ എഴുതണം. ഓക്കെ,
അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ കോഎഫിഷ്യൻറ്റിനെ നമുക്ക് ഒന്നുകിൽ 1/2π എന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം, അല്ലെങ്കിൽ 1/√2π ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പ് എഴുതിയത് എനിക്ക് തന്നെ പോവുകയാണ്. 1/2π ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഇൻ്റഗ്രൽ -π to +π അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇൻവെർഷൻ വരുമ്പോൾ 1/2π. അതുപോലെ ഡെഫിനിഷനിൽ ഫൊറിയർ ട്രാൻസ്ഫോം ഡെഫിനിഷനിൽ നമ്മൾ ആ കോൺസ്റ്റന്റ് ചെയ്യുന്നില്ല. -∞ +∞ f(i) e−iωy dy, which is called the Fourier transform of a function f(i). ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിൽ നിന്ന് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് മാറുകയാണ്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുകയാണ്. aω bω ഉണ്ട് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിൽ. അതിനെ കമ്പൈൻ ചെയ്ത് ഒരു ഒറ്റൊന്നാക്കി ഒരു f(ω) ആക്കിയിട്ട് നമുക്ക് അപ്പോൾ കുറച്ചും കൂടി അനാലിസിസ് എളുപ്പമാവും. ചില കേസുകളിൽ നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ തന്നെ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഫൊറിയർ ട്രാൻസ്ഫോം.